Hi students, moving on to the next topic, we have to discuss on adaptations of halophytes. You will be familiar about the term halophytes. What are halophytes? Halophytes are those plants which grow in a condition that is having high level of salt concentration. Okay, the plants which inhabit in a condition having high salt concentration and which are having oxygen deficient soil are called as halophytes. And we can quote examples of halophytes like the plants which grow on the seashores or on the banks of lakes, etc. are the examples. നമ്മുടെ അഴീക്കൽ ആയിരത്തെങ്കിലുമൊക്കെ പോയിട്ടുള്ളവരൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അവിടെയൊക്കെ ഈ കണ്ടൽ കാടുകൾ എന്നാണ് നമ്മൾ പറയുന്നത്, മാംഗ്രൂവ്സ് എന്ന് പറയും. അപ്പോൾ ഈ മാംഗ്രൂവ്സൊക്കെ ഹാലോഫൈറ്റ്സിന് എക്സാമ്പിൾസ് ആണ്. അപ്പം ഹാലോഫൈറ്റ്സ് എന്ന് പറയുന്ന കൂട്ടം ഓഫ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കടൽ തീരങ്ങളിലും അല്ലെങ്കിൽ കായലിൻ്റെ തീരത്തും ഒക്കെ വളരുന്ന, അവിടെയൊക്കെ സോൾട്ട് കോൺസെൻട്രേഷൻ കൂടുതലാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സോൾട്ട് കോൺസെൻട്രേഷൻ കൂടിയ പ്രദേശങ്ങളിൽ വാട്ടർ അപ്പോൾ അവൈലബിൾ അല്ലാതെ വരും. ഫിസിയോളജിക്കൽ ഡ്രൈ കണ്ടീഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ വളരുന്ന ഹൈ സോൾട്ട് കോൺസെൻട്രേഷനുള്ള ഓക്സിജൻ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള കണ്ടീഷനിൽ വളരുന്ന പ്ലാന്റ്സിനെയാണ് ഹാലോഫൈറ്റ്സ് എന്ന് പറയുക. അപ്പം ഹാലോഫൈറ്റ്സ് ആർ ആക്ച്വലി growing in a physiologically dry condition. Okay, ഇനി ഇവരുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. Just before that, these halophytes are classified into several groups. First classification എന്ന് പറയുന്നത്, it is based on the substratum upon which they are grown. So based on the substratum, it can be classified as lithophilous halophytes, those which grow on the rocks. ഇപ്പോൾ പാറപ്പുറത്ത് വളരുന്ന ഹാലോഫൈറ്റ്സിനെ ലിത്തോഫിലസ് ഹാലോഫൈറ്റ്സ് എന്ന് പറയും. സാമോഫിലസ് ഹാലോഫൈറ്റ്സ് എന്ന് പറഞ്ഞാൽ those which grow in sand. മണലിൽ വളരുന്നവരാണെങ്കിൽ സാമോഫിലസ് എന്ന് പറയുന്നു. ഇനിയും ചെളിയിൽ വളരുന്നവരാണെങ്കിൽ പിലോഫില്ലസ് എന്ന് പറയും. ഇനി സ്വാംപ്സിൽ വളരുന്നവരെ ഹീലോഫില്ലസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ബേസ്ഡ് ഓൺ സബ്സ്ട്രേറ്റം ലിത്തോഫില്ലസ്, സാമോഫില്ലസ്, പീലോഫില്ലസ്, ഹീലോഫില്ലസ് അങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നു. ഈ ഹീലോഫില്ലസ് ഫോംസിനെ വീണ്ടും ഫർദർ ക്ലാസിഫൈ ചെയ്യുന്നു. സോൾട്ട് സ്വാംപ്സിൽ വളരുന്നവരെന്നും അല്ലെങ്കിൽ സോൾട്ട് ഡെസേർട്ട് ഹാലോഫൈറ്റ്സ് എന്നും പറയും. അല്ല, മറ്റൊരു ഗ്രൂപ്പ് ലിറ്റോറൽ സ്വാംപ് ഹാലോഫൈറ്റ്സ് അല്ലെങ്കിൽ മാംഗ്രൂവ് ഹാലോഫൈറ്റ്സ് എന്നും പറയും. ഓക്കെ, ഇതിൽ രണ്ടിലും മാംഗ്രൂവ് ഹാലോഫൈറ്റ്സ് ആണ് കൂടുതലായിട്ടും വൈഡ് സ്പ്രെഡായിട്ട് കാണുന്നത്. ഓക്കെ, അപ്പോൾ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ സബ്സ്ട്രേറ്റം എന്ന് പറയുന്നത് 4 ടൈപ്പ് മെയിനായിട്ട് പറഞ്ഞു. ലിത്തോഫില്ലസ്, സാമോഫില്ലസ്, പീലോഫില്ലസ് ആൻഡ് ഹീലോഫില്ലസ്. അതിൽ തന്നെ ഹീലോഫില്ലസിന് വീണ്ടും 2 ക്ലാസിഫിക്കേഷൻ, സോൾട്ട് സ്വാംപ് എന്നും ലിറ്റോറൽ സ്വാംപ് എന്നും. ഓക്കെ, ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ സോൾട്ട് ടോളറൻസ്. അപ്പം സോൾട്ട് ടോളറൻറ്റ് സ്പീഷീസ് അല്ലെങ്കിൽ സോൾട്ട് ടോളറൻസിൻ്റെ ബേസിസിലുള്ള ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇവിടെ 4 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തേത് സോൾട്ട് ടോളറൻറ്റ് സ്പീഷീസ്, ഐ മീൻ സോൾട്ട് ടോളറൻ്റ് ആയിട്ടുള്ളവരെന്ന് വെച്ചാൽ സോൾട്ട് കണ്ടീഷൻ കൂടുതലാണെങ്കിലും ഇത് ടോളറേറ്റ്. അതിൻ്റെ ബേസിസിൽ എങ്ങനെയൊക്കെയാണ് ഇവർ ടോളറേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇവരുടെ ലെവൽ ഓഫ് ടോളറൻസ് എത്രയൊക്കെയാണ് എന്നതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പറയാം. ആദ്യത്തേത് സോൾട്ട് എസ്കേപ്പിംഗ് ഹാലോഫൈറ്റ്സ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. കഴിഞ്ഞ കാറ്റഗറിയിൽ ഡ്രൈ കണ്ടീഷൻ സീറോഫൈറ്റ്സിൻ്റെ കേസ് പറഞ്ഞപ്പം അതുപോലെ തന്നെ സെയിം കൺസെപ്റ്റ് തന്നെ സോൾട്ട് എസ്കേപ്പിംഗ് ഹാലോഫൈറ്റ്സ് എന്ന് വെച്ചാൽ ഈ ഹൈ സലൈനിറ്റി കണ്ടീഷൻസിനെ അവർ മാക്സിമം
അതിനെ അവോയ്ഡ് ചെയ്യാൻ നോക്കും, അതിനെ എസ്കേപ്പ് ചെയ്യാൻ നോക്കും. അതെങ്ങനെ എസ്കേപ്പ് ചെയ്യും? either they fix their roots in the non saline അല്ലെങ്കിൽ ലെസ് സലൈൻ ആയിട്ടുള്ള സോയിലിൻ്റെ ആ ലെയറിൽ ഇവരുടെ റൂട്ട്സിനെ ഫിക്സ് ചെയ്യും. അതുമല്ലെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ സീറോഫൈറ്റ്സിൻ്റെ കേസ് പറഞ്ഞ പോലെ ദേ ലിവ് ഓൺലി ഡ്യൂറിങ് ദ റെയിനി സീസൺ ആയിരിക്കുമ്പോൾ മാത്രം അവർ ലൈവായിട്ടിരിക്കും. ഓക്കെ, അങ്ങനെ ആ ഹൈ സലൈനിറ്റി വരുന്ന കണ്ടീഷനെ അവർ അവോയ്ഡ് ചെയ്യും. ഡ്രൈ കണ്ടീഷൻ വരുന്നതിന് മുമ്പ് തന്നെ ഇവർ റെയിനി സീസണിൽ ഇവർ ലൈവായിട്ട് ഇവരുടെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നു. അങ്ങനെ ഹൈ കോൺസെൻട്രേഷൻ ഓഫ് സോൾട്ട് വരുന്ന ആ ഒരു സമയത്തിന് ഇവർ അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യുന്നു. അതാണ് സോൾട്ട് എസ്കേപ്പിംഗ് ഹാലോഫൈറ്റ്സ്. രണ്ടാമത്തേത് സോൾട്ട് ഇവേഡിങ് ഹാലോഫൈറ്റ്സ്. ഇപ്പം ഇവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഇവരുടെ ഇൻറ്റേർണൽ സോൾട്ട് കോൺസെൻട്രേഷനെ കുറയ്ക്കാൻ പറ്റും. ഈ സോൾട്ട് കൂടുതലുള്ള സോയിലിൽ വളരുമ്പോൾ എന്ന് പറഞ്ഞാൽ ആ പ്ലാന്റിൻ്റെ ഉള്ളിലും സോൾട്ട് കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. അപ്പോൾ ആ പ്ലാന്റിൻ്റെ ഓരോ സെൽസിലുമുള്ള സോൾട്ട് കോൺസെൻട്രേഷനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കഴിവുള്ളവരാണ് ഈ കൂട്ടർ. അപ്പോൾ എങ്ങനെ ഇവർ കുറയ്ക്കുന്നു? അവർ സെല്ലിനുള്ളിലെ വാക്യൂൾസിനകത്തേക്ക് ഈ സോൾട്ടിനെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അതുമല്ലെങ്കിൽ അവർ ഏതെങ്കിലും രീതിയിൽ ഈ സോൾട്ടിനെ സെക്രീറ്റ് ചെയ്ത് പുറത്തേക്ക്, പ്ലാന്റിൻ്റെ പുറത്തേക്ക് സെക്രീറ്റ് ചെയ്ത് കളയുന്നു. അങ്ങനെ അവരുടെ ബോഡിയിലെ സോൾട്ട് കോൺസെൻട്രേഷൻ കുറയ്ക്കുന്നു. അതാണ് രണ്ടാമത്തെ ഗ്രൂപ്പ്. തേർഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് സോൾട്ട് റെസിസ്റ്റൻറ്റ് ഹാലോഫൈറ്റ്സ്. ഇതെന്ന് പറഞ്ഞാൽ ദേ ആർ ഹാവിങ് റെസിസ്റ്റൻസ്. ഇൻറ്റേർണൽ സോൾട്ട് കോൺസെൻട്രേഷൻ കൂടിയാലും അതിനെ ഡൈല്യൂട്ട് ചെയ്ത് അവർക്ക് റെസിസ്റ്റ് ചെയ്ത് അവർക്ക് ജീവിക്കാൻ പറ്റും. ആ കൂട്ടരാണ് സോൾട്ട് റെസിസ്റ്റൻറ്റ് ഹാലോഫൈറ്റ്സ്. നാലാമത്തെ കൂട്ടർ സോൾട്ട് എൻഡ്യൂറിങ് ഹാലോഫൈറ്റ്സ്. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നത്? ഇവരുടെ പ്രോട്ടോപ്ലാസം ഭയങ്കര ഹാർഡാക്കി വെക്കും. പ്രോട്ടോപ്ലാസം ഹാർഡായിരിക്കും. അതുകൊണ്ട് തന്നെ അകത്തുള്ള ആ ഹൈ സലൈനിറ്റി ഇവർക്ക് ടോളറേറ്റ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയാണ് ഈ 4 ഗ്രൂപ്പ് വരുന്നത്. അടുത്ത ക്ലാസിഫിക്കേഷൻ ഈസ് ബേസ്ഡ് ഓൺ ദ റെസ്പോൺസ് ടു സലൈനിറ്റി. അവിടെ നമ്മൾ പറയുന്ന 4 ക്ലാസിഫിക്കേഷൻ. ഒന്നാമത്തേത് ഒബ്ലിഗേറ്ററി ഹാലോഫൈറ്റ്സ്. ഒബ്ലിഗേറ്ററി ഹാലോഫൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് സലൈൻ സോയിൽ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റൂ. അങ്ങനെയുള്ളവരാണ് ഒബ്ലിഗേറ്ററി ഹാലോഫൈറ്റ്സ്. പ്രിഫറൻഷ്യൽ ഹാലോഫൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അവർ സലൈൻ സോയിലിലും വളരും, നോൺ സലൈൻ സോയിലിലും വളരും. പക്ഷേ നോർമൽ ഗ്രോത്ത് കിട്ടണമെങ്കിൽ സലൈൻ സോയിൽ ആയിരിക്കണം. നല്ല ഗ്രോത്ത് നടക്കുന്നത് സലൈൻ സോയിലാണെങ്കിൽ മാത്രം. ഒക്കേഷണൽ അല്ലെങ്കിൽ ആക്സിഡൻ്റൽ ഹാലോഫൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ആക്സിഡൻ്റലി മാത്രം സലൈൻ സോയിലിൽ വളരുന്നവർ. സപ്പോർട്ടിംഗ് ഹാലോഫൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നോൺ സലൈൻ സോയിലിൽ നന്നായിട്ട് ഗ്രോ ചെയ്യും. ഇവരെ ഈ നന്നായിട്ട് നോൺ സലൈൻ സോയിലിൽ വളരുന്നവരെ നമ്മൾ സലൈൻ സോയിലിലേക്ക് മാറ്റിയാലും ദേ റിമെയിൻ അൺഅഫക്റ്റഡ്. അങ്ങനത്തെ ഗ്രൂപ്പിനെയാണ് സപ്പോർട്ടിംഗ് ഹാലോഫൈറ്റ്സ് എന്ന് പറയാം. അപ്പോൾ ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ. ഇനി ക്ലാസിഫിക്കേഷൻ ഇത് കണ്ടൽ കാർഡുകൾ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇനി നമുക്ക് അഡാപ്റ്റേഷൻസിലേക്ക് പോകാം. അഡാപ്റ്റേഷൻസിനകത്തിൽ ഈ മോർഫോളജിക്കൽ അഡാപ്റ്റേഷൻസ് ഹാലോഫൈറ്റ്സിൻ്റെ ഓർക്കേണ്ട മേജറായിട്ടുള്ള 2-3 ടേംസ് നിങ്ങൾ ഓർത്താൽ മതി, ബാക്കി നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഒന്ന് പ്രോപ്പ് റൂട്ട്സ്. ഇതൊക്കെ നിങ്ങൾ പണ്ട് +1 +2 സമയത്തൊക്കെ പഠിച്ചതാണ്. ഈ മോർഫോളജി പഠിച്ചതാണ്. അപ്പോൾ പ്രോപ്പ് റൂട്ട്സ്. രണ്ടാമത്തേത് സ്റ്റിൽറ്റ് റൂട്ട്. അപ്പം നോർമൽ പ്ലാന്റിൻ്റെ നോർമൽ റൂട്ടിനെ കൂടാതെ ചില എക്സ്ട്രാ റൂട്ട്സ് ഈ ഹാലോഫൈറ്റ്സിന് ഉണ്ടായിരിക്കും. അതിന് എക്സാമ്പിളാണ് ഈ പ്രോപ്പ് റൂട്ട്സും സ്റ്റിൽറ്റ് റൂട്ടും. അപ്പോൾ നമുക്കറിയാം ഈ പൂഴി മണ്ണ് പോലെയാണല്ലോ ഈ കടൽ പ്രദേശത്തും ഒക്കെ ഉള്ള മണ്ണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഏരിയയിലുള്ള മണ്ണ് ഇങ്ങനെ സാൻഡി ടൈപ്പ് ഓഫ് മണ്ണായത് കാരണം അതിനൊരു ബലം കാണത്തില്ല. അപ്പോൾ ആ നോർമൽ റൂട്ട്സ് മാത്രം അവരെ ആ പ്ലാന്റിനെ സപ്പോർട്ട് ചെയ്ത് നിർത്താൻ പറ്റത്തില്ല. അതിന് വേണ്ടിയിട്ട് എക്സ്ട്രാ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളവരാണ് ഈ പ്രോപ്പ് റൂട്ട്സും സ്റ്റിൽറ്റ് റൂട്ട് പോലെയുള്ള മോഡിഫിക്കേഷൻസ്. അടുത്തത് റൂട്ട് ബട്രസസ്. റൂട്ട് ബട്രസസ് ഉണ്ടായിരിക്കും ചില കേസിൽ. അതും ഈ പറഞ്ഞ പോലെ സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ്. റൂട്ട് ബട്രസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചില മരങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. നിങ്ങളിങ്ങനെ ഭയങ്കരമായിട്ട്
തടിച്ച് വേരുകൾ ഇങ്ങനെ 4 വശത്തേക്കും പടർന്ന് പന്തലിച്ച് ഇങ്ങനെ സോയിലിൻ്റെ പുറത്തുകൂടെ കാണാൻ പറ്റുന്ന പോലത്തെ, ഇവിടെ ഉണ്ടോ നോക്കട്ടെ, ഇല്ല, അങ്ങനെയുള്ള റൂട്ട്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇങ്ങനെ പടർന്ന് നെറ്റ്വർക്ക് പോലെ ഹാർഡായിട്ട് സോയിലിൻ്റെ പുറത്തുകൂടെ ഇങ്ങനെ കാണാൻ പറ്റുന്ന പോലത്തെ റൂട്ട് സിസ്റ്റത്തിനെയാണ് റൂട്ട് ബട്രസസ് എന്ന് പറയാം. ഇനി ഇത് കൂടാതെ ന്യൂമാറ്റോഫോഴ്സ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് റൂട്ട്സ് ഉണ്ട്. ഈ ന്യൂമാറ്റോഫോഴ്സ് എന്താണത്? ഇതാണ് ന്യൂമാറ്റോഫോഴ്സ്. ന്യൂമാറ്റോഫോഴ്സ് എന്ന് പറയുന്നത് നെഗറ്റീവ്ലി ജിയോട്രോപ്പിക് റൂട്ട്സ് ആണ്. അതേ കണ്ടേ, സാധാരണ റൂട്ട്സ് മണ്ണിൻ്റെ അടിയിലേക്കല്ലേ വളരുക, ഇതേ മുകളിലേക്ക് വളർന്ന് നിൽക്കുന്നുണ്ടോ, ഇത് ഓരോന്നും മുകളിലേക്കാണ് പോയിന്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പം ഇത് നെഗറ്റീവ്ലി ജിയോട്രോപ്പിക് റൂട്ട്സ് ആണ്. ഇതിന് മറ്റൊരു പേര് നമുക്ക് പറയാം ബ്രീത്തിങ് റൂട്ട്സ് എന്നും പറയാറുണ്ട്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്? ഗേഷ്യസ് എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ടുള്ളവരാണ്. ഇതുവഴി ഇതിനകത്തുള്ള കുഞ്ഞു കുഞ്ഞു പോഴ്സ് കാണും ഈ റൂട്ട്സിൽ. അപ്പോൾ അതിനെ ന്യൂമാറ്റോ പോഴ്സ് എന്നോ ന്യൂമാറ്റോ തോഡ്സ് എന്നോ പറയും. അപ്പോൾ ആ ഓപ്പണിങ്ങിലൂടെയാണ് ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കുക. അപ്പോൾ അതാണ് ന്യൂമാറ്റോ ഫോഴ്സ്. ഇനി നമ്മളപ്പോൾ പറഞ്ഞത് മൂന്ന് ടൈപ്പ് റൂട്ടിൻ്റെ പേര് പറഞ്ഞു. ഇത് 3 ഓർത്താൽ നിങ്ങൾക്ക് 3 പോയിന്റ് കിട്ടും. പ്രോപ്പ് റൂട്ട്സ്, സ്റ്റിൽറ്റ് റൂട്ട്സ്, ന്യൂമാറ്റോഫോഴ്സ്, പിന്നെ റൂട്ട് ബട്രസസ്. പിന്നെ നല്ല സക്കല്ലൻ സ്റ്റെം ആയിരിക്കും ഇവർക്കുള്ളത്. സക്കല്ലൻ സ്റ്റെം ആയിരിക്കും. അതുകൊണ്ട് തന്നെ വാട്ടർ സ്റ്റോർ ചെയ്ത് വെക്കുക മാക്സിമം, അതാണ് ഉദ്ദേശം. നിറയെ മ്യൂസിലേജ് പോലെ ഉള്ള മ്യൂസിലേജ് പ്രസൻസ് ഉണ്ടായിരിക്കും. ആൻഡ് മ്യൂസിലേജ് എന്തിനാണ്? അതുവഴി മാക്സിമം വാട്ടർ സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. പിന്നെ ഇവരുടെ ലീവ്സ് നല്ല തിക്കായിരിക്കും, ഗ്ലോസി ലീവ്സ് ആയിരിക്കും, നല്ല ഹെയർസ് ഉണ്ടായിരിക്കും ലീവ് സർഫസിലൊക്കെ. അപ്പോൾ ഇതൊക്കെ വാട്ടർ ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള അഡാപ്റ്റേഷൻസ് ആണ്. പിന്നെ ഇവരുടെ ഫ്രൂട്ട്സ് വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള റൂട്ട്സ് ആയിരിക്കും. ഫ്രൂട്ട്സ്. അപ്പോൾ ഈ ഫ്രൂട്ട്സിൽ ലൈറ്റ് വെയ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഫ്രൂട്ട്സിൻ്റെ പുറത്തൊക്കെ നിറയെ എയർ ചേമ്പേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ എയർ ചേമ്പേഴ്സ് ഉള്ളത് കാരണം ഇവർക്ക് വാട്ടറിൽ, കടൽ തീരത്തും കായൽ തീരത്തും ഒക്കെ ആണെന്നല്ലേ പറഞ്ഞു. അപ്പോൾ അവിടെ ഈ ഫ്രൂട്ട്സൊക്കെ പൊഴിഞ്ഞ് വീഴുമ്പോൾ വാട്ടറിലല്ലേ വീഴുന്നത്. അപ്പോൾ വാട്ടറിൽ വീഴുമ്പം ഇതിന് ഫ്ലോട്ട് ചെയ്യാൻ പറ്റണം. അതിന് വേണ്ടിയിട്ടാണ് എയർ ചേമ്പേഴ്സ് ഉണ്ടെന്ന് പറയുന്നത്. മാത്രമല്ല ത്രൂ വിൻഡ് ആണെങ്കിലും ഇവർക്ക് ലൈറ്റ് വെയ്റ്റ് ആണെങ്കിലും ഡിസ്പേഴ്സൽ എളുപ്പമായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ത്രൂ വാട്ടർ ആണെങ്കിലും ത്രൂ വിൻഡ് ആണെങ്കിലും ഡിസ്പേർഷൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് ലൈറ്റ് വെയ്റ്റ് ആക്കുന്നതും ഈ എയർ ചേമ്പേഴ്സ് ഉള്ളതും. അടുത്ത അനാറ്റമിക്കൽ മോഡിഫിക്കേഷൻസിനകത്തിൽ റൂട്ട് കോർട്ടെക്സ്, ഇവരുടെ റൂട്ടിൻ്റെ കോർട്ടെക്സ് എന്ന് പറയുന്നത് മൾട്ടി ലെയേർഡ് ആയിരിക്കും. കോർട്ടിക്കൽ സെൽസൊക്കെ നല്ല ലിഗ്നിഫൈഡ് ആയിട്ടുള്ള കോർട്ടിക്കൽ സെൽസ് ആയിരിക്കും. ഓയിൽ ഡെപ്പോസിഷനും ടാനിൻ ഡെപ്പോസിഷനും ഒക്കെ കോർട്ടിക്കൽ സെൽസിൽ ധാരാളം ഉണ്ടായിരിക്കും. പിന്നെ ന്യൂമാറ്റോഫോഴ്സിൻ്റെ കോർട്ടെക്സും പിത്തും എയറൻകൈമ സെൽസ് വെച്ചിട്ടായിരിക്കും ഫോം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിറയെ ഇൻ്റർസെല്ലുലാർ സ്പേസസ് ധാരാളം ഉണ്ടായിരിക്കും. ആ ഇൻ്റർസെല്ലുലാർ സ്പേസസിലാണ് ഗേഷ്യസ് എക്സ്ചേഞ്ച് വഴിയുള്ള എയർ സ്റ്റോറേജൊക്കെ നടക്കുന്നത്. ഇനി സ്റ്റെമ്മിൻ്റെ അനാറ്റമിക്കൽ മോഡിഫിക്കേഷൻസിനകത്തിൽ പറഞ്ഞ പോലെ തന്നെ തിക്ക് ക്യൂട്ടിക്കിൾ ഉണ്ടായിരിക്കും, തിക്ക് വാൾഡ് ആയിട്ടുള്ള എപ്പിഡെർമിസ് ആയിരിക്കും, ഹൈപ്പോഡെർമിസ് നല്ല മൾട്ടിസിറിയേറ്റ് ആയിട്ടുള്ള ഹൈപ്പോഡെർമിസ് ഉണ്ടായിരിക്കും, മൾട്ടിസിറിയേറ്റ് ആയിട്ടുള്ള ഹൈപ്പോഡെർമൽ സെല്ലിൻ്റെ വാൾസ് ഒക്കെ തിക്ക് വാൾഡ് ആയിരിക്കും. പിന്നെ കോർട്ടെക്സ് എയറൻകൈമ വെച്ചിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നിറയെ സ്പേസസ് ഉണ്ടായിരിക്കും. മെക്കാനിക്കൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് കോർട്ടിക്കൽ സെൽസ് അതുപോലെ അതിനകത്തിൽ ഓയിൽ ആൻഡ് ടാനിൻ ഡെപ്പോസിഷൻസ് ഉണ്ടായിരിക്കും. കാൽസ്യം ക്രിസ്റ്റൽസ്, ഓക്സലേറ്റ് ക്രിസ്റ്റൽസിൻ്റെ പ്രസൻസും കാണപ്പെടാറുണ്ട്. വാസ്കുലർ സിസ്റ്റം നന്നായിട്ട് വെൽ ഡെവലപ്ഡ് ആയിരിക്കും. കാരണം വാസ്കുലർ സിസ്റ്റം ഉണ്ടെങ്കിലല്ലേ കണ്ടക്ഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ മാക്സിമം അബ്സോർപ്ഷൻ ഒക്കെ നടക്കണമെങ്കിൽ ദിസ് വാസ്കുലർ സിസ്റ്റം ഷുഡ് ബി വെൽ ഡെവലപ്ഡ്. ഇനി ലീഫിൻ്റെ മോഡിഫിക്കേഷൻസ് എന്താണ്? അനാറ്റമിക്കൽ മോഡിഫിക്കേഷൻസ് ഓഫ് ലീഫിനകത്തിൽ ലീഫിൻ്റെയും ഈ പറഞ്ഞ പോലെ ക്യൂട്ടിക്കിൾ നല്ല തിക്ലി
തിക്കായിട്ടുള്ള ക്യൂട്ടിക്കിൾ ഉണ്ടായിരിക്കും. എപ്പിഡെർമൽ വാൾസ് തിക്കുണ്ടായിരിക്കും. കാൽഷ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും പറഞ്ഞത് തന്നെ മൂന്നിനും കോമൺ ആയിരുന്നു അല്ലേ. സ്റ്റെമ്മിനും കോമൺ ആയിരുന്നു തിക്ക് ക്യൂട്ടിക്കുലർ ലെയർ എന്നും തിക്ക് എപ്പിഡെർമൽ വാൾ എന്നും മൾട്ടിസിറിയേറ്റ് കോർട്ടെക്സ് എന്നും പറഞ്ഞത് നമുക്ക് കോമൺ ആയിട്ട് എഴുതാൻ പറ്റുന്ന കാര്യമാണ്. പിന്നെ സ്റ്റൊമേറ്റ, ലീഫിലാണല്ലോ സ്റ്റൊമേറ്റ. അപ്പോൾ സ്റ്റൊമേറ്റ ലോവർ എപ്പിഡെർമിസിൽ മാത്രമേ കാണപ്പെടത്തുള്ളൂ ട്രാൻസ്പിറേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മ്യൂസിലേജ്, ഒന്നായിട്ട് മ്യൂസിലേജിൻ്റെ പ്രസൻസ് ഉണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ മ്യൂസിലേജിന് സെൽസ് ധാരാളം ഉണ്ടായിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ സ്റ്റോറിങ് വാട്ടർ. ഇനിയും ഫിസിയോളജിക്കൽ മോഡിഫിക്കേഷൻസിനകത്തിൽ ഈ സലൈനായിട്ടുള്ള കണ്ടീഷൻ എന്ന് പറയുമ്പോൾ വെള്ളം ആവശ്യത്തിന് കിട്ടാത്ത ഒരു കണ്ടീഷൻ. വെള്ളമുണ്ട് എന്നാൽ ഫിസിയോളജിക്കൽ നീഡ്സിനുള്ള വാട്ടർ കിട്ടാത്തൊരു കണ്ടീഷൻ. അപ്പോൾ ദാറ്റ് ഈസ് ആക്ച്വലി ഫിസിയോളജിക്കലി ഡ്രൈ കണ്ടീഷൻ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പം ഫിസിയോളജിക്കൽ മോഡിഫിക്കേഷൻസ് ഇവരെന്തൊക്കെയാണ് ചെയ്യുന്നത്? ഒന്ന്, ഹൈ ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ ഓഫ് ദ സെൽ സാപ്പ്. എന്തിനാണ്? സെല്ലിൻ്റെ ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ കൂടുതലാണെങ്കിൽ മാത്രമേ കൂടുതൽ വാട്ടർ അബ്സോർബ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ ഓഫ് ദ സെൽ ഹൈ ആയിരിക്കും. പിന്നെ സെല്ലുലാർ സോൾട്സിനെ ക്രിസ്റ്റൽസ് ആക്കി മാറ്റാനുള്ള ഒരു എബിലിറ്റി ഉണ്ട്. ഇനി ഡ്രൈ കണ്ടീഷൻസ് വരുമ്പോൾ, സമ്മർ കണ്ടീഷൻ അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടുള്ളൊരു കണ്ടീഷൻ വരുമ്പോൾ ഇവർ സക്കലൻ ഫോംസ് ആവും. അങ്ങനെ ആ സക്കലൻ ഫോംസിൽ ഇവർ കൂടുതൽ വാട്ടർ അബ്സോർബ് ചെയ്ത് സക്കലൻ ഫോംസ് ആവും. അപ്പോൾ കൂടുതൽ വാട്ടർ അബ്സോർബ് ചെയ്യുമ്പോൾ അകത്തുള്ള സോൾട്ട്സൊക്കെ ഡൈല്യൂട്ടായി പോവുകയും ചെയ്യും. ഇനി ചില കേസിൽ ചില ഹാലോഫൈറ്റ്സിന് സോൾട്ട് ഗ്ലാൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ സോൾട്ട് ഗ്ലാൻസ് എന്താ ചെയ്യുക? ഇത് എക്സ്ക്രീറ്റ് ചെയ്യും. എക്സസ് ആയിട്ടുള്ള സോൾട്ടിനെ എക്സ്ക്രീറ്റ് ചെയ്ത് പുറത്തേക്ക് സെക്രീറ്റ് ചെയ്ത് കളയുന്നു. അത് മിക്കവാറും ലീവ്സിലൊക്കെ ആയിരിക്കും ഈ സോൾട്ട് ഗ്ലാൻസ് ഉള്ളത്. ഇനി ചിലവരാണെങ്കിൽ സോയിലിലേക്ക് തന്നെ പമ്പ് ചെയ്ത് അകത്തുള്ള സോൾട്ടിനെ സോയിലിലേക്ക് തന്നെ തിരിച്ച് പമ്പ് ചെയ്ത് കളയുന്നു. പിന്നെ മറ്റൊരു ഫിസിയോളജിക്കൽ അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇവർ സെല്ലിൽ ഗ്ലിസറോളിനെ അക്യുമുലേറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള ഹാലോഫിറ്റിക് ആൽഗീസിലൊക്കെ ചില ആൽഗീസിലൊക്കെ ഗ്ലിസറോൾ അക്യുമുലേറ്റ് ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ ഈ ഗ്ലിസറോൾ അക്യുമുലേറ്റ് ചെയ്താൽ ഗ്ലിസറോൾ ഹെൽപ്സ് ടു ടോളറേറ്റ് ദ സലൈൻ കണ്ടീഷൻ. അതാണ് അതിൻ്റെ ഒരു ഗുണം. പിന്നെ ചില മാംഗ്രൂവ് പ്ലാന്റ്സിലൊക്കെ വിവിപാരി കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതെന്തിനാണ്? സലൈനിറ്റിയുടെ ആഫ്റ്റർ എഫക്റ്റായിട്ട് സീഡ് ജെർമിനേഷൻ ഇൻഹിബിറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ദേ ഗോ ഫോർ വിവിപാരി. അപ്പോൾ പ്ലാന്റിൽ നിൽക്കുമ്പോൾ തന്നെ സീഡ് ജെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, കാരണം സീഡ് താഴെ മണ്ണിൽ വീണ് കഴിഞ്ഞാൽ മണ്ണ് ഈസ് സലൈൻ. അപ്പോൾ ആ സലൈൻ കണ്ടീഷനിൽ സീഡ് ജെർമിനേറ്റ് ചെയ്യത്തില്ല. അപ്പോൾ അങ്ങനെ ജെർമിനേഷൻ നടക്കാതിരുന്നാലോ എന്ന് കരുതി വിവിപാരിയെ പ്രൊമോട്ട് ചെയ്യുന്നു.